ഇത് ഗതികെട്ട് പോയതാവും. അവനെയും മോളെയും തമ്മിൽ പിരിക്കേണ്ടത് ഇവിടെ മറ്റു ചിലരുടെ ആവശ്യമാവും. അതവർ നടത്തി, അതിലവർ വിജയിക്കുകയും ചെയ്തു. രാജു ഇവിടെ? രാജു അകത്തുണ്ടോ? രാജു അവന്റെ പാട്ടിന് പോയി. അവനതിന് നിന്നെ കാണാൻ വന്നൊന്നുമല്ല, വല്യമ്മാവനെ കാണാൻ വന്നതാ. അവന്റെ പ്രതാപവർമ്മ സാറിനെ. വല്യമ്മാവനോട് യാത്ര പറയാൻ വന്നതാ അവൻ. യാത്ര പറഞ്ഞു, അവൻ പോയി. നീ പറയുന്നതൊക്കെ നുണയാ. ഞാൻ എന്തിനു നിന്നോട് നുണ പറയണം? അവനൊരു ടാക്സി കാറിലാ വന്നേ. ഞാൻ ഒത്തിരി പ്രാവശ്യം അവനോട് പറഞ്ഞതാ നിന്നെ കണ്ടിട്ട് പോവാൻ. അവൻ പറയാ നിന്നെ അവന് കാണണ്ടാന്ന്. ഈ ജീവിതത്തില് അവൻ ഇനി നിന്നെ കാണില്ല എന്നാ പറഞ്ഞേ. നീ എന്തിനാ ഇങ്ങനെ കിടന്ന് കരയുന്നേ? നീയല്ലേ അവനെ ഇറക്കി വിട്ടേ, നീ തന്നെ അനുഭവിക്കും. അവളുടെ ഒരു ദിവ്യ പ്രേമം. എന്താണ് നീ പറഞ്ഞ? നിന്നെ ഞാനൊന്ന് കൊല്ലും. നീ രാജുവിനെ എന്നിൽ നിന്ന് അകറ്റിയത്. ഈ അംബികയോടൊപ്പം ചേർന്ന് ഈ കുടുംബത്തെ തകർത്തത്. നിന്നെ ഞാൻ വിടില്ല. ആദ്യം നീ മരിക്കണം. നിന്നെ ഞാൻ കൊല്ലും. നീ എന്നെ കൊല്ലാൻ നിൽക്കാതെ പോ, നിന്റെ അച്ഛനെ കാണടി. അയാൾക്ക് സുഖമില്ലാതെ വന്ന് എല്ലാവരുടെ അടുത്തും ഹോസ്പിറ്റലിൽ പോയി. ചാവുന്നതിന് മുൻപ് അയാളെ പോയി കാണടി. സൂക്ഷിച്ച്. എന്റെ അച്ഛൻ എന്താ പറ്റിയത്? എനിക്കൊന്നുമില്ല, നീ കരയണ്ട. മോളെ വിഷമിക്കണ്ട, പ്രതാപേട്ടനൊന്നും വരില്ല മോളെ. മോള് രാജുനെ കണ്ടോ? ഇല്ലച്ച, രാജു പോയി. ഇപ്പൊ ഫ്ലൈറ്റിലായിരിക്കും. രാജു ഇവിടെ വന്നിരുന്നെന്ന് നന്ദൻ എന്നോട് പറഞ്ഞു. അച്ഛനോട് യാത്ര ചോദിക്കാൻ. എന്നെ കാണാനല്ല. മോള് കരയാതെ. അവനോട് വന്നിട്ടുണ്ടെങ്കിൽ അത് നിന്നെ കാണാൻ വേണ്ടി തന്നെ ആയിരിക്കും.
ആ സമയത്ത് ഏട്ടനും മോളും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ രാജു ഒരിക്കലും ഇവിടുന്ന് പോയില്ലായിരുന്നു. അവന് നമ്മൾ ആരെയും വിട്ട് എങ്ങോട്ടും പോവാൻ പറ്റില്ല മോളെ. ഇത് ഗതികെട്ട് പോയതാവും. അവനെയും മോളെയും തമ്മിൽ പിരിക്കേണ്ടത് ഇവിടെ മറ്റു ചിലരുടെ ആവശ്യമാവും. അതവർ നടത്തി, അതിലവർ വിജയിക്കുകയും ചെയ്തു. എങ്കിലും അവൻ എല്ലാം ഉപേക്ഷിച്ച് പോയില്ലേ? എന്നെ ഇവിടെ മറന്നുപോവാൻ അവൻ എങ്ങനെ കഴിഞ്ഞു? പിണക്കങ്ങള് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലേ? ഇങ്ങനെ വല്ലതായിരുന്നു ഏട്ടാ. വലിയ പണക്കാരല്ല എന്നത് ഒരു കുറവാണെങ്കിൽ ആ ഒരൊറ്റ കുറവേ അവർക്കുണ്ടായിരുന്നുള്ളൂ. അത്രയും നല്ല മനുഷ്യരെ കുടുംബം അടച്ച് നാണം കെടുത്തി വിട്ടത്. എന്നിട്ടും അവൻ യാത്ര വയ്ക്കാൻ വന്നത് അവന്റെ വലിയ മനസ്സാ. ഇനി മരണം കാത്തു കിടക്കുന്ന എനിക്ക് മരണം വരെ അവന്റെ മുഖം കാണണ്ട. അവൻ പൊയ്ക്കോട്ടെ മോളെ. Ha ha ha.